മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ജനുവരി 30 കരുവാരകുണ്ടിൽ സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 3 സമരയാത്ര കരുവാരകുണ്ടിലെത്തുക. സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പി.ജെ. ജോസഫ്, മോൻസ് ജോസഫ്, അതുപോലെ UDF നേതാക്കൾ, പ്രത്യേകിച്ച് പ്രാസംഗികരായിട്ടുള്ള ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ള സന്ദീപ് വാര്യർ തുടങ്ങിയിട്ടുള്ള പ്രാസംഗികരും നേതാക്കളും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഒന്നടങ്കം നേതാക്കളും കരുവാരക്കുണ്ടിൽ 3 മണിക്ക് എത്തിച്ചേരും. ആ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ എല്ലാ കർഷകരെയും ക്ഷണിക്കാം. വന്യജീവി ആക്രമണത്തിനും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും ബഫർ സോൺ വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മലയോര സമരയാത്ര നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ എടക്കര, കരുവാരകുണ്ട് എന്നീ മേഖലകളിൽ മാത്രമാണ് സ്വീകരണം നൽകുന്നത്. കരുവാരകുണ്ടിൽ മികച്ച ജനപങ്കാളിത്തമാണ് പഞ്ചായത്ത് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, അനൂപ് ജേക്കബ് തുടങ്ങി ഘടകകക്ഷി നേതാക്കളും യാത്രയുടെ ഭാഗമാകും. കിഴക്കേത്തലയിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഉന്നയിക്കുന്നത് എന്തെങ്കിലും കർശന നടപടികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ അമിതമായി പെറ്റുപെരുകി ഉണ്ടാവുന്ന ഈ വന്യമൃഗങ്ങളെ കാട്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് ആവശ്യപ്പെടാനുള്ളത്. കർഷകർ മുഴുവൻ അവരുടെ കാർഷിക വൃത്തിയിൽ നിന്ന് മാറി നാട്ടിലിറങ്ങി താമസിക്കാൻ തുടങ്ങി. എത്രയായാലും നമ്മുടെ കരുവാരക്കുണ്ടിലെ ഒരു 90% ആളുകളും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരൊക്കെ വളരെ നിരാശയിലാണ്. നാളത്തെ ഈ പരിപാടി ഇവിടെ വലിയ വിജയമാക്കാൻ കർഷകരും UDF എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുങ്ങിയിട്ടുണ്ട്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ N. ഉണ്ണീൻകുട്ടി, കൺവീനർ MP വിജയകുമാർ, V. ആബിദലി, MK മുഹമ്മദ് അലി, V. ഷബീർ അലി, AK ഹംസക്കുട്ടി, TD ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.